ടൈറ്റിൽ കണ്ടു വന്നതായിരിക്കൂലേ എന്നവിടെ ഇരിക്ക്. രാവിലെ തന്നെ ഇങ്ങോട്ട് ഉണ്ടാക്കി വെച്ചോ, പുള്ളി എല്ലാത്തിൻ്റെയും കൂടെ സെറ്റാന്നേ. അപ്പൊ ആദ്യം ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ച പാനിലേക്ക് നമ്മുടെ ഈ വയലറ്റ് കളറിലുള്ള വഴുതനങ്ങ ഉണ്ടല്ലോ, അതൊന്ന് കട്ട് ചെയ്തത് വെച്ചു കൊടുക്കാം. പിന്നെ ഒരു 1.5 തക്കാളിയും കുറച്ച് വെളുത്തുള്ളിയും നല്ല എരിവുള്ള ഒരു പച്ചമുളകും കൂടി ഇട്ട് കുറച്ച് നേരം ഒന്നങ്ങ് മൂടി വെക്കാം. എന്നിട്ട് ഇടയ്ക്കൊന്ന് മൂടി തുറന്ന് ഒന്നങ്ങ് തിരിച്ച് മറിച്ചൊക്കിയിട്ട് അങ്ങനെ വേവിച്ചെടുക്കാം. ഇനി ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ചൂടാറുന്ന സമയത്ത് ആ വഴുതനങ്ങയുടെയും തക്കാളിയുടെ ഒക്കെ സ്കിൻ ഒന്ന് റിമൂവ് ചെയ്ത് കളഞ്ഞിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് നല്ല പോലെ ഒന്ന് ഉടച്ചെടുക്കാം കേട്ടോ. ഇനി 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടായ പാനിലേക്ക് 1/4 ടീസ്പൂൺ ചെറിയ ജീരകവും ഒരിത്തിരി ഇഞ്ചി ചെറുതായി അരിഞ്ഞത് വിട്ട് ജസ്റ്റ് ഒന്ന് കളർ മാറി വരുമ്പോൾ ചെറിയൊരു സവാള കൊത്തി അരിഞ്ഞതിട്ട് അത്യാവശ്യം നന്നായി തന്നെ വഴറ്റിയിട്ട് ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/4 ടീസ്പൂൺ ഗരം മസാലയും ഇത്രയിട്ട് പൊടികളുടെ പച്ചമണം മാറുമ്പോൾ ഉടച്ചു വെച്ചിരുന്ന വഴുതനങ്ങയും പിന്നെ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് ആ എണ്ണയ്ക്കും തെളിഞ്ഞു വരുന്നത് വരെ തന്നെ മിക്സ് ചെയ്തെടുത്താൽ ചോറിനും ചപ്പാത്തിക്കൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ. പിന്നെ വഴുതനങ്ങ ഇഷ്ടമല്ലാത്തവരും ഒരു വട്ടം ഒന്ന് ഉണ്ടാക്കി നോക്കണേ.